ഹായ് ഫ്രണ്ട്സ്, കമ്പിളി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി ബ്ലോഗിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പരിപാടികളൊന്നും നടന്നില്ല. ഇന്നലെ പെരുമഴയായിരുന്നു, അതുകൊണ്ട് ഇന്നലെ വണ്ടി സർവീസ് ചെയ്യാനൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. ഇന്നും രാവിലെ നല്ല പെരുമഴയാണ് കേട്ടോ. അപ്പോൾ അച്ചാമ്മ വിളിച്ചായിരുന്നു അങ്ങ് ചെല്ലാനായിട്ട്. കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അച്ചാമ്മ വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്കങ്ങ് പോവാം, എന്തായാലും മഴയല്ലേ നമുക്കങ്ങ് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാനുള്ളൊരു കാര്യം അതേ ഉള്ളൂ. പിന്നെ വണ്ടി സർവീസ് ചെയ്യാൻ ഈ മഴയത്ത് ചെയ്തിട്ടും കാര്യമില്ല, അതുകൊണ്ട് പിന്നെ വണ്ടി സർവീസ് ചെയ്യില്ല. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങൾ ഒക്കെ അടുത്ത ഒരു ഏകദേശം ഒരു 11 മണിയോടുകൂടി നമ്മളങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ തന്നെ നല്ല മഴയാണ്. ഈ മഴയത്താണ് കേട്ടോ നമുക്ക് കളമശ്ശേരി പോകാനുള്ള. രാവിലെ കഴിക്കാനായിട്ട് അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. നമ്മളങ്ങ് പോവല്ലേ, അതുകൊണ്ട് വലുതായിട്ട് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് ഇതുണ്ടാക്കി ചായയും കുടിച്ചുകൊണ്ട് നേരെ പോവാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പോകാനായിട്ടൊക്കെ നമ്മൾ ഫുൾ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ കളമശ്ശേരി പോവാണ്. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തോന്നി നിൽക്കുക. നമ്മൾ സ്കൂട്ടിയിലാണോ കേട്ടോ, കാറിലല്ല പോകുന്നത് നമ്മൾ. പിന്നെ അവിടെ ചെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യത്തിന് പോകണമല്ലോ. അപ്പോൾ സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാവരും കൂടി സ്കൂട്ടിയിലാണ്. ഞാനും അമ്മയും ഒരു സ്കൂട്ടിയിൽ, ചേട്ടൻ ഒരു സ്കൂട്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത്. വന്ന് കയറിയതും നല്ല മഴ. മഴയിൽ നനഞ്ഞ് പോകുന്നതാണ് ഗൈസ് വന്ന് കയറിയത്. മഴ കാണിച്ചില്ല. അങ്ങനെ മഴയത്തൊക്കെ നനഞ്ഞു പോകുന്നു. കയറി ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ തന്നെ അച്ഛമ്മ ചോറ് ഇട്ടെന്ന് കേട്ടോ. ചോറ്, മാങ്ങാച്ചാറ്, തോര, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മളെല്ലാവരും കൂടി അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും മഴയുടെ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിനിടയിൽ അമ്മേനെ ആരോ വിളിച്ചു. അങ്ങനെ അമ്മ അത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നരും കൂടി വീണ്ടും കോമഡികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ടൈമിൽ മുടിഞ്ഞ മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാൻ വെച്ചാൽ ചായയും പപ്പടം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഇത് കുഞ്ഞാറ്റ് എന്നെ കാണിച്ചിരുന്ന ചെറിയ പ്രഹസനങ്ങൾ മാത്രമാണ്. പിന്നെ രാത്രി കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു രാത്രി 12:51 ആയപ്പോഴത്തേക്ക് എൻ്റെ അനിയന് വലിയൊരാശ. പൊട്ടറ്റോ ചിപ്സ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ വേറെ ആരും 12:51 വിളിച്ചിട്ട് എണീച്ചില്ല. അപ്പം ഞാൻ മാത്രമേ എണീറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നല്ലേ ഞാൻ എൻ്റെ കലാവിരുതുകളങ്ങ് പുറത്തെടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് കറിവേപ്പിലൊക്കെ ഞാൻ പറിച്ചു. ആ രാത്രി മഴയത്ത് ഞാനും ഓനും ആരും അറിയാതെ പോയി കറിവേപ്പിലേക്ക് പറിച്ചുകൊണ്ട് വന്ന് എന്തായാലും ഒരു 1:45 സംഭവം എല്ലാം സെറ്റാക്കി നമ്മൾ രണ്ടുപേരും കൂടി പോയി TV കണ്ടു. അതിനുശേഷം ഞാൻ ഉറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വിളിക്കണം. ബൈ.